ഇത് ഉത്രാടത്തിൻ്റെ അന്ന് നമ്മളെടുത്തൊരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ക്രിസാ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഉത്രാടത്തിന് എന്നുള്ള രാവിലത്തെ ഒരു ചെറിയൊരു പരിപാടികൾ തലോസ നമ്മൾ പാചകങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്രിസാ വീട്ടിലേക്ക് സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഉള്ളിക്കറിയാണ് വെക്കുന്നത്. ഉള്ളി ആദ്യം വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ അരപ്പിട്ട് റെഡിയാക്കിയാണ് നമ്മൾ ഉള്ളിക്കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓണത്തിന് എന്തൊക്കെ വിഭവങ്ങളാണ് വെച്ചത്, ഓണസദ്യക്ക് എന്തൊക്കെയാണ് ഒരുക്കിയതെന്നൊക്കെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ അരപ്പിനായിട്ട് തേങ്ങ നന്നായിട്ട് വറുക്കണം. നമ്മൾ തേങ്ങ വറുക്കുവാണ്. പിന്നെ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ഒരു ഗോൾഡൻ കളർ ആയതിനു ശേഷം നമ്മൾ അതിലേക്ക് പൊടികൾ ആഡ് ചെയ്യും. മഞ്ഞൾപ്പൊടി ആദ്യം ആഡ് ചെയ്തു. അത് കഴിഞ്ഞ് മല്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീരി പൊടിയുമാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അത് ആഡ് ചെയ്ത് നമ്മൾ അതൊന്ന് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ആ ഉള്ളിക്കറിയിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളിക്കറിക്ക് നേരെ മധുരത്തിനാണ് ശർക്കര നീര് നന്നായിട്ട് ഉരുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത പാത്രത്തിൽ നമ്മൾ വെച്ചിരിക്കുന്നത് പാവക്ക വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് പാവയ്ക്ക നമ്മൾ പുളി വെള്ളത്തിൽ മുളകും കൂടി കീറിയിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത് കേട്ടോ. ഉള്ളിക്കറി നമ്മുടെ സെറ്റായിട്ടുണ്ട്. ഉള്ളിക്കറി നമ്മൾ മാറ്റി അപ്പച്ചനാണ് ഞങ്ങൾ പച്ചക്കറിക്കാരിക്ക് സഹായിച്ചത് കേട്ടോ. ഇപ്പോൾ നമ്മൾ പാവക്ക പച്ചടിക്കുള്ള പാവക്ക റെഡിയാക്കി വെച്ചിട്ട് അടുത്തത് പാവക്ക പച്ചടി ഉണ്ടാക്കാനായിട്ടുള്ള ഇതാണ്. അപ്പോൾ ഞങ്ങൾക്ക് അതിനായിട്ട് ഇപ്പോൾ ചേച്ചിയാണ്. ചേച്ചി നമ്മൾ അച്ചിങ്ങ നുള്ളുവാണ് കേട്ടോ. ഞങ്ങളുടെ സ്വന്തം കൃഷിത്തോട്ടം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഞങ്ങളുടെ തോട്ടം പറഞ്ഞു പിടിച്ച് ചെടിയിൽ തന്നെയാണ് അച്ചിങ്ങ നുള്ളുന്നത് കേട്ടോ. ഇനിയിപ്പോൾ വേണ്ടത് അതിനകത്ത് എന്ത് വെള്ളമില്ല, പുളി വെള്ളമൊക്കെ പിഴിഞ്ഞു തുടങ്ങി കഴിഞ്ഞു. പാവക്ക പച്ചടിയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ പാവക്ക നന്നായിട്ട് വെളിച്ചെണ്ണയിൽ വറുത്തെടുത്തിട്ടുണ്ട്. ഒന്ന് വഴറ്റി വാടി കഴിയുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് അരപ്പ് ചേർത്ത് തൈരും ചേർത്ത് റെഡിയാക്കി എടുക്കുന്നതാണ് പാവക്ക പച്ചടി. എല്ലാവർക്കും അതിൻ്റെ റെസിപ്പി അറിയാമല്ലോ. എന്നിട്ട് നമ്മൾ അരപ്പിനായിട്ട് തേങ്ങയും കടുകും മുളകും എടുത്ത് നമ്മൾ അരപ്പും മിക്സ് ചെയ്ത് തൈര് ഒഴിച്ച് നമ്മൾ പാവക്ക പച്ചടി റെഡിയാക്കി. നേരിയ പുളിയും ഒരു നേരിയ മധുരവും ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നേരിയൊരു മധുരവും. പാവക്ക പച്ചടി റെഡി. അടുത്ത് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഇഞ്ചിക്കറിയാണ് കേട്ടോ. അപ്പോൾ ഇഞ്ചി നമ്മൾ മിക്സിയിൽ നല്ല ക്രഷ് ചെയ്ത് നമ്മളതിൻ്റെ നീര് സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിനായിട്ടുള്ള നമ്മൾ തേങ്ങ അരപ്പ് റെഡിയാക്കാനാണ്. അപ്പോൾ അതിനായിട്ട് തേങ്ങ നന്നായിട്ട് വഴറ്റണം. തേങ്ങ വഴറ്റതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി അത്രയും ആഡ് ചെയ്ത് വെളുത്തുള്ളിയും കുരുമുളകും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും ആഡ് ചെയ്തിട്ട് നമ്മൾ അത് അരച്ച് നമ്മൾ ആ അരപ്പ് ചേർത്ത് നമ്മൾ ഇഞ്ചിക്കറി റെഡിയാക്കുന്നത് കേട്ടോ. ഇതിലേക്ക് മധുരത്തിനായിട്ട് നമ്മൾ ശർക്കര നീര് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചിക്കറി റെഡിയാവും. ഓക്കെ.
ശർക്കര വെള്ള ശർക്കര അല്ലല്ലോ പായസത്തിന് കളർ. എല്ലാവരും അമ്മ ശർക്കര തരാം അമ്മേ. ഞാൻ പറ്റി കൊടുക്കാൻ പറഞ്ഞു. പൂക്കൾ മേടിക്കാൻ വേണ്ടി വന്നേക്കനാണ്, നടന്നുകൊണ്ടിരിക്കനാണ്. ഇതിപ്പോ സ്ഥലം അമ്പതിലേക്ക് 3 ആണെന്താ. 100 കിറ്റാണ് മേടിക്കണത്. ഞങ്ങൾ രാത്രി എറണാകുളത്ത് പൂ മേടിക്കാൻ വന്നേക്കനാണ്. മേടിച്ചിട്ട് നമ്മൾ അവിടെ നേരെ ഇറങ്ങിയപ്പോഴേക്കും മഞ്ഞ വഴിക്ക് നമ്മൾ വടംവലി കണ്ടായിരുന്നു കേട്ടോ. വടംവലി കണ്ടു. അവിടെ നിന്ന് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നായിരുന്നു. പിറ്റേ ദിവസം രാവിലെ തിരുവോണത്തിന് നമ്മൾ രാവിലെ തന്നെ അത്തപ്പൂക്കൾ ഇടുന്നതാണ്. ജോയ്സിനും പിന്നെ കൊച്ചു കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവളോട് ഇരിക്കുന്നതാണ്. പിന്നെ ചേച്ചിയുടെ മകനാണ് ഫെസ്റ്റി, അവനോട് അത്തപ്പൂക്കൾ ഇടുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ പുറകുവശത്ത് പച്ചടി ഉണ്ടാക്കുന്ന രാവിലെ കറികൾ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ.